ശ്രുതി മീട്ടി സാരംഗിയിൽ പദലാസ്യലയമായി അനുപല്ലവി. ഒരു മൺചിരാതുപോൽ എരിയുന്ന വേളയിൽ ചെറുതല്ല ചില നേരം പ്രണയം. കളിയല്ല ഒരു നാളും പ്രണയം. വരവീണ ശ്രുതി മീട്ടി സാരംഗിയിൽ പദലാസ്യലയമായി അനുപല്ലവി. ഒരു മൺചിരാതുപോൽ എരിയുന്ന വേളയിൽ ചെറുതല്ല ചില നേരം പ്രണയം. കളിയല്ല ഒരു നാളും പ്രണയം. നാളിങ്ങനെ കാരാഗൃഹങ്ങളിൽ വഴി തെറ്റിപ്പോകുന്നു പ്രണയം. എത്ര നാളിങ്ങനെ കാരാഗൃഹങ്ങളിൽ വഴി തെറ്റിപ്പോകുന്നു പ്രണയം. ഇതളൂർന്നു വീണാലും തരുശാഖികൾക്കെന്നും പറയുവാനുണ്ടൊരു പ്രണയം. ഇനി എന്നു കാണുമെന്നറിയുവാനെങ്കിലും കടലാസിലെഴുതുന്നു പ്രണയം. മീര, ഇതാണ് എൻ്റെ പെണ്ണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പെണ്ണ്. ഇന്ന് ഫെബ്രുവരി 14 ഞാനിന്ന് അവളോട് എൻ്റെ പ്രണയം പറയും. കാരണം എൻ്റെ ശ്വാസമാണവൾ. ശ്വാസം.
മീര മീര ആ പെൺകുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇരിക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? നജീമിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വാപ്പച്ചിയും ഉമ്മച്ചിയും. നജീമിന് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടോ? ഞാൻ ഒറ്റ മോനാ. നജീമിന്റെ ഫാദർ ഇപ്പോ എന്ത് ചെയ്യുന്നു? ഡോക്ടർ അൺമാരീഡ് ആണോ? യെസ്. എന്താ? സോറി, ഞാൻ ബുക്ക്ഡാ. താൻ ആ പെൺകുട്ടിക്ക് ഇന്ന് നൽകിയ ബ്ലഡിന്റെ ലാബ് റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. RCCയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ ചെറിയാൻ. ഈ ലെറ്ററുമായി നജീം അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണണം. എന്താ എന്താ ഡോക്ടർ? ഇക്കാലത്ത് ക്യാൻസർ ഒരു രോഗമേ അല്ല. പക്ഷേ തൻ്റെ പേരൻസിന് അത് മനസ്സിലാവണമെന്നില്ല. അവർ പഴയ ആൾക്കാരല്ലേ. അവർക്ക് നജീം വേണം ആത്മധൈര്യം നൽകാൻ. Hey! Hey! തെളിവാനമേ താരണി തിങ്കളെ തേടുന്നുവോ സഞ്ചാരമേഘങ്ങൾ രാവിന്റെ മഞ്ചലിലേറി ശഹനായി മീട്ടുന്നുവോ ശഹനായി മീട്ടുന്നു
തെളിവാനമേ താരണി തിങ്കളെ തേടുന്നുവോ സഞ്ചാരമേഘങ്ങൾ രാവിൻ്റെ മഞ്ചലിലേറി ശഹനായി മീട്ടുന്നുവോ ശഹനായി മീട്ടുന്നുവോ സപ്തസ്വരങ്ങൾ കളഭം ചാർത്തും നാദഗംഗാ സദസിൽ നീരദയാമിനി ശയ്യവിരിക്കും നീഹാര സന്ധ്യാതീരങ്ങളിൽ സ്വപ്നമന്ദാര തണലിൽ നീയും സ്വയംവരം ചെയ്യുകയാണോ ആദി തുളുമ്പിയ മിഴികളിലെഴുതും പേരറിയാത്തൊരു ഭാവം എവിടെ പോയിരിക്കവള് ഈ നേരായിട്ടും രാമ 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 പായ്മ രാമപാദം ചേരണേ രാമ 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 പായ്മം രാമപാദം ചേരണേ മുകുന്ദ രാമ പായ്മം രാമ 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 പായ്മം രാമപാദം ചേരണേ മുകുന്ദ രാമ പായ്മം രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പായ്മം രാമ 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 പോടാ രാമ 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 പായ്മം രാമപാദം ചേരണേ മുകുന്ദ രാമ പായ്മം രാമ 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 മീര ഒന്നിവിടെ വന്നേ ഇപ്പൊ കിട്ടിക്കോളും ഇന്ന് വൈകി പോയി മുത്തശ്ശ. അതെ, തോന്നുമ്പോ കേറി വരാൻ ഇത് സത്രമൊന്നുമല്ല, വീടാ. മനസ്സിലായോ? ഇനി ആവർത്തിക്കില്ല മുത്തശ്ശ. ഓ, ഇത് എത്രാമത്തെ തവണയാ കുട്ടി? ഞാൻ എണ്ണീട്ടില്ല. അങ്ങോട്ട് മാറി നിൽക്കണ്ട പിള്ളേരെ. പോകളവി. അവളെ ഒന്ന് ആദ്യം പ്രാർത്ഥിച്ചോട്ടെ, എന്നിട്ടും മതി നിങ്ങളുടെ ചോദ്യവും പറച്ചിലും ഒക്കെ. അതെ, പ്രാർത്ഥിക്കാതെ കടന്ന ചീത്ത സ്വപ്നങ്ങൾ കാണും. ഓടി കഴുതേ, ഒരു വാദ്യർ ഇങ്ങനെ അധപതിക്കരുത്. ഇന്ന് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോവില്ല. എനിക്കതിന് കഴിയില്ല മുത്തശ്ശ. ഇന്നിപ്പോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ മയ്യത്താവും തീർച്ചയാ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനെങ്കിൽ സഹിച്ച് പോരെ, മയ്യത്തായി. മോളെ 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 എന്റെ ദൈവമേ, മോളെ 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 ഇനി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ മരിക്കാം.
വർക്കിച്ചായോ? എന്താ വർക്കിച്ചായോ ഇവിടെ? ഞാനൊന്ന് തല വെക്കാൻ വന്നാ കൂടുന്നുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് വരൂടും. വരണുണ്ട്. തെളിഞ്ഞ് നടക്കോ? ഇവനൊക്കെ ബോംബ് വെച്ചോടുമായിരിക്കും. അല്ല പിന്നെ. അയ്യോ ദേ മല്ലി. പോവാം വർക്കിച്ചായ. അതെന്റെ ഒരു ഫ്രണ്ട് വരും. മല്ലി പൊക്കോ. ഇപ്പോഴോ? ഈ പെണ്ണ് എന്നെ കൊണ്ടാ പോവുള്ളൂ. നീ ഇങ്ങോട്ട് കയറിക്കടി കൊച്ചേ. അപ്പൊ ഫ്രണ്ടോ? ഫ്രണ്ട് എങ്ങനെയെങ്കിലും വന്നോളും. അങ്ങനെ കൊണ്ടുപോകാൻ അവൻ ജില്ലാ കളക്ടറൊന്നും അല്ലല്ലോ. ഇപ്പൊ നീ അടി കൊച്ചേ എനിക്ക് മുഖ്യം. എന്നാ പോവാ. ഈ വണ്ടി ഷാർട്ടാവൊന്ന് നോക്കട്ടെ കേട്ടോ. ഒറ്റയടിക്ക് ഷാർട്ടായി. അതൊക്കെ വൈകിട്ട് കാണിച്ചു തരാം. ഒരു ചായ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സരോജക്ക? എന്നെ എങ്ങനെ അറിയാം സാറിന്? എനിക്ക് എല്ലാവരും അറിയാം. വർക്കിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സരോജക്കയുടെ കെട്ടിയോൻ സ്റ്റൈൽ മന്നൻ രജീഷ് കാന്തിനെ കുറിച്ച്. എവിടെ നമ്മുടെ സ്റ്റൈൽ മന്നൻ? ഓ അവരാ 2 നാൾ മുന്നാടി ഒരുത്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ആര്? നമ്മ അണ്ണനാ? ആമാ സാർ. എങ്ങനെ ഓടാതിരിക്കും? ഇതല്ലേ സാധനം. ദേ എന്റെ വായിട്ടെല്ലാം കേക്കരുതട്ടാ. പഞ്ചസാര കൂടുതലിട്ട് മധുരം കൂട്ടി ഒരു ചായ തന്നേക്കാ. വാങ്ങോ, ഉള്ളേ വാങ്ങോ. നിനക്ക് അൽപ്പായസാടാ. എന്നാടാ നോക്കുന്നേ? അതെ സരോജക്ക, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആള് പെട്ടെന്ന് മുന്നിൽ വന്നു നിന്നാൽ അവന് ദീർഘായസ്, വന്നില്ലെങ്കിൽ അൽപ്പായസ്. ഞാൻ ആ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇവനെ നോക്കി എത്ര നേരം നിന്നെന്നറിയോ? എന്നിട്ട് ഇവൻ വന്നോ അപ്പൊ ഇവനെ തല്ലിക്കൊല്ലണ്ടേ? അപ്പൊ ഇവന് അൽപ്പായസ് അല്ലേ സരോജക്ക? മല്ലിയെ ഭദ്രമായി വീട്ടിൽ കൊണ്ട് വിട്ടോ വർക്കിച്ചായോ? മല്ലിയോ? ഏത് മല്ലി? വീട്ടിലിരിക്കുന്ന ചേട്ടത്തിയോട് കമ്പിയടിച്ച് ചോദിക്കും മല്ലി ആരാണെന്ന്. 2 ചായ പറ്റിലെഴുതിക്കോ. കടി കിട്ടിയില്ല. പറ്റ് ரொம்ப ജാസ്തി. ഈ അക്കാടെ ഒരു കാര്യം പറഞ്ഞ പൊന്നിനെ ജീവ ചതിക്കല്ലേ? ചതിക്കില്ല, ചതയ്ക്കും ചേട്ടത്തി അറിഞ്ഞാലും. നീ വാ, ഷാട്ടാക്കട്ടെ. അതെ ഷാട്ടായി. ഭാഗ്യം. കേറിക്കോ. ഇരുന്നാ? ഓ പോവാ. പോയിക്കോട്ടെ. ഒരു ഓറഞ്ച് വേണേ തിന്നു. ഓ വേണ്ട. ഒരു ആപ്പിളായാലോ? ഒന്നും വേണ്ടെന്നേ. ഓഹോ, ഞാനും ഒന്നും കഴിക്കാറില്ല. ഇതവിടെ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ്, അതുകൊണ്ടാണ് കഴിക്കാത്തത്.
അവൾ കറി എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. ആ വരുന്നുണ്ട്. കറി നന്നായോടി? അന്ന് തുടങ്ങിയാലോ? എന്നാ ചപ്പാത്തിയാണോ? എന്നാ ഒരെണ്ണം എടുത്തോ. എന്നാ നീ ഒരെണ്ണം എടുത്തോ. ഇതൊരെണ്ണം ഞാനും എടുക്കാം. ചാർജിലും കുഴിച്ച് മുട്ട നീ എടുത്തോ. നീ ഇരിക്കുക തിന്നെ. നല്ല മുട്ടക്കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ. അല്ല അവള് വെച്ചതാ. അയ്യോ തെറ്റി. എന്താ നജീമിന്റെ പടത്തിന്റെ കഥ ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതൊരു ചെയിൻ സ്മോക്കറായ ചെറുപ്പക്കാരൻ്റെ കഥയാ. അച്ഛനും അമ്മയ്ക്കും അവൻ ഒറ്റ മകനാ. അവന് ഈ ലങ്സ് ക്യാൻസർ ഉണ്ടാകുന്നു. 6 മാസത്തിനകം അവൻ്റെ മരണം സംഭവിക്കും. അതറിഞ്ഞ പാരൻസിൻ്റെ കണ്ണീര് കാണാനാവാതെ, ഫ്രണ്ട്സിൻ്റെ സഹതാപം കാണാനാവാതെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങുന്നു. മറ്റൊരിടത്ത് പൊങ്ങുന്നു. അവിടെ വെച്ച് അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നു. പ്രണയത്തിലാവുന്നു. അതാണ് വർക്കിച്ചാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പടം. വർക്കിച്ചായ എന്താ എന്താ വർക്കിച്ചായ? എന്തു പറ്റി? എന്താ കരയാതെ വർക്കിച്ചായ? ചെറുപ്പക്കാരന്റെ ശ്വാസകോശ ക്യാൻസർ ആണ്. അയ്യോ, അതൊരു സിനിമ കഥയല്ലേ, അതിനെ പറയണോ? ഒന്ന് വേഗം വാ. മീരേച്ചി നോക്കിയേ, ദേ ഒരു പൂവാലൻ. അവൻ എന്നെ ഫോളോ ചെയ്യാണോ അതോ നിന്നെ ഫോളോ ചെയ്യണമെന്ന് അറിയില്ല. ആരാടി? ആ കബീഷോ? അതെ, അവൻ തന്നെ. തിരിഞ്ഞു നോക്കാതെ നടന്നു വാ. ഇപ്പോ അവൻ റൂട്ട് മാറ്റി നടക്കും. ഇനി അവൻ നല്ല സ്റ്റൈലിൽ തല ചീകും. ഇനി അവൻ മീരേച്ചിയെ നോക്കി സൈറ്റ് അടിക്കും. ഞാൻ അവരെ ഒന്ന് വിരട്ടിയിട്ട് വരാം. ഐ ലവ് യു. മീരേച്ചിക്ക് നിങ്ങളെ ഇഷ്ടായി. പറ്റുമെങ്കിൽ വൈകിട്ട് കടൽപ്പാലത്തിലേക്ക് വരാൻ പറഞ്ഞു. പറ്റുമെങ്കിൽ മാത്രം. ആ ഐ ലവ് യു. എന്താ പേര്? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ? മരിക്കാൻ കൂടി. എന്റെ അയ്യോ. തമ്പുരു തഴുകുന്ന തെളിവാനമേ, താരണി തിങ്കളെ തേടുന്നുവോ? ഗാനോപഹാരം കഴിയുന്ന നേരം നീ വരുമീരൻ തൊടിയിൽ അലസമായെന്നും നിന്നങ്കലാവണ്യം കണ്ടു
ഞാൻ മയങ്ങും നിമിഷങ്ങളിൽ എത്ര സുന്ദര ലിപികൾ നീയൊരു കാളിദാസ കാവ്യമോ ആത്മവിലാസമിവനിയിൽ വെറുതെ അലയുകയാണോ കളഹംസമേ തമ്പുരു തഴുകുന്ന തെളിവാനമേ താരണി തിങ്കളെ തേടുന്നുവോ സഞ്ചാരമേഘങ്ങൾ രാവിൻ്റെ മഞ്ചലിലേറി ശഹനായി മീട്ടുന്നുവോ ശഹനായി മീട്ടുന്നുവോ ശഹനായി മീട്ടുന്നുവോ ശഹനായി മീട്ടുന്നുവോ മീരേച്ചി മീരേച്ചി എന്താടി മീരേച്ചി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്താ ചോദിച്ചേ? മീരേച്ചി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന്? നിന്റെ അമ്മയോട് ഞാൻ പറയുന്നുണ്ട്, നോക്കിക്കോ. പറ, പ്രേമിച്ചിട്ടുണ്ടോന്ന്? മിണ്ടാതിരിടി, എന്റെ ഗുരുവായൂരപ്പ മോനെ പോണു. പ്രേമിച്ചിട്ടുണ്ടോന്ന്? ഞാൻ ആ സിനിമ ഡയറക്ടറിനെ പ്രേമിക്കുന്നതിൽ മീരച്ചിക്ക് എന്താ അഭിപ്രായം? എന്താ പേര്? മൈ നെയിം ഈസ് അമ്മുക്കുട്ടി. ഇത് മീരേച്ചി കൊണ്ട് കൊടുത്തേക്ക്. എന്താ മീരച്ചി, എന്താ മിണ്ടാത്തെ? പിണക്കമാണോ? ആ കളവയുടെ വായിന്ന് വയറ് നിറച്ച് കിട്ടി. എല്ലാം ഇവള് കാരണം. എങ്ങനെ? ആ ഇന്നലത്തെ സംഭവം ആ കളവി എന്നെ നിർത്തി പൊരിച്ചു. ആരാടി അവൻ? നിന്നെ എങ്ങനെ അവനറിയാം? നിന്റെ ആങ്ങളമാരറിഞ്ഞ എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാലോ. എനിക്ക് വയ്യ. ചെവിത്തല കേൾപ്പിച്ചില്ല കളവി. ഇല്ലതേ ഇവള് കാരണം. ഇവള് ഒറ്റ ഒരുത്തി എനിക്കിട്ട് പാര പണിഞ്ഞത്. സോറി. മീരച്ചി, ദേ നോക്ക്, ആ സിനിമ ഡയറക്ടർ. ഞാൻ ചെന്ന് വരട്ടിയിട്ട് വരാം. എന്താ മുക്കുട്ടി? ഐ ലവ് യു. മീരച്ചി ഐ ലവ് യു പറയാൻ പറഞ്ഞു. ആണോ? ശരി. മീരച്ചി, എന്താടി? ഞാനൊരു തെറ്റ് ചെയ്തു. നീ പറ. ഞാനൊരു നുണ പറഞ്ഞു. ആരോട്? നിന്റെ സിനിമ ഡയറക്ടറോട്. നീ എന്താ പറഞ്ഞേ? ഐ ലവ് യു.
അവിടെ ഉണ്ടാവും. പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഡയറക്ടർക്ക് മീരേച്ചി ഇഷ്ടായോ? മീരേച്ചിക്ക് തനിയെ സംസാരിക്കണമെന്ന്. ഇഷ്ടമാണെങ്കിൽ വൈകിട്ട് സെമിത്തേരിയിലേക്ക് വാ. ധൈര്യമുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. നല്ല പണി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോടി? പറഞ്ഞു. അയ്യോ മീര, എന്നെ ഇഷ്ടായോ? അപ്പൊ നീ എന്നെ വിവാഹം കഴിക്കോ? അതെങ്ങനെ? ഞാൻ ഹിന്ദു, നീ മുസ്ലിം. അപ്പൊ നമുക്ക് ഒളിച്ചോടാം. അതിനൊക്കെ ധൈര്യം ഉണ്ടോ? യെസ്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഞാൻ തെളിയിക്കാം. എങ്ങനെ? ഹിമകണമണിമുകിൽ
ഇത് പെട്ടെന്ന് വാ. കയ്യെന്ന് വീട് കാര്യം പറ എന്റെ മോളെ. അയാളാ ഐ ലവ് യു എന്ന് പറഞ്ഞത്. ആണോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? പണ്ട് നിങ്ങളുടെ കെട്ടിയവൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അത് തന്നെ. ആണോ? അവൻ അങ്ങനെ പറഞ്ഞോ? അതെ, ഞാനാ മുത്തശ്ശി. നീയാണോ സിനിമ പിടിക്കുന്ന ആള്? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോടാ. എന്താടി, വാ നടത്തിക്കൂടെ. അതെ കേട്ടോ, ഇവളെ ഒരുത്തൻ വിളിച്ചിരിക്കണു ഒളിച്ചോടി പോവാൻ. എന്തേ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എന്റെ കുട്ടിയെ ആരും എങ്ങോട്ടും വിളിക്കില്ല. ഞാനെന്താ സുന്ദരിയല്ലേ, എനിക്കെന്താ ഒളിച്ചോടിയാല്? എന്റെ കുട്ടിയെ മുത്തശ്ശന് അറിയില്ലേ? ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും എന്റെ കുട്ടി ചെയ്യില്ല. മുത്തച്ഛന്റെ ചക്കര കുട്ടിയല്ലേ. മടിയടി വേണ്ട, മടിയടി വേണ്ട. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലേ? ആ ഉണ്ടല്ലോ. സുഖമില്ലാത്ത കുട്ടിയാണോ? സുഖമില്ലാത്ത കുട്ടിയാണെ വല്ല ആശുപത്രിയിലും കൊണ്ടോട്ടെ. ഇവിടെ ഒരു പടം അങ്ങ് പിടിച്ചാലോ? ഇങ്ങനെ ഒന്ന് വെക്കാം. ഇത് കൊള്ളാം, ഇവിടെ കൊള്ളാം. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പാഞ്ചതി ഇങ്ങനെ വന്നപ്പോ നല്ല സീനറിയോട് കൂടിയിട്ടുള്ള. അതെ, ഞാനൊരു പുതിയ പടം പിടിക്കാൻ പോവാ. അതിന്റെ ലൊക്കേഷൻ നോക്കി വന്നാ. അല്ല സരോജ എന്താ ഇവിടെ? ചുമ്മാ കൊച്ചു കള്ളൻ. എന്നെ കാണാനല്ലേ പിന്നാമ്പറത്തോടെ ഇങ്ങോട്ട് വന്നത്. കൊറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാത്രി അടുക്കള വാതിൽ ഞാൻ തുറന്നിടും എന്റെ കുട്ടന് വേണ്ടി. തേടി നടക്കായിരുന്നു രണ്ടാഴ്ചയായിട്ട്. കിടന്ന് നന്നായിട്ട് സൂചിച്ചിട്ട് പൈസ തരാതെ മുങ്ങി നടക്കുന്ന നാറി. നമുക്ക് ലോകം ക്യാമറ വെച്ചു.
മീര പട്ടി എന്താ അമ്മുക്കുട്ടി? മീരേച്ചി ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. മീര 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 എന്റെ കുഞ്ഞെവിടെ? ഗുരുവായൂരപ്പ, എന്റെ മോളെവിടെ? അയ്യോ ഈശ്വരാ, എന്റെ കുഞ്ഞെവിടെ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോളെവിടെ? ഞാൻ പറ്റിച്ചേ, ഞാനിവിടെ ഉണ്ട്. കരയണ്ട കരയണ്ട.
കൂട്ടുകാരില്ലാത്ത കുട്ടിയാ. എന്റെ മോനെന്ന് ക്ഷമിക്കേ. എനിക്ക് വട്ട് നല്ല ഒന്നാന്തരം വട്ട് അറിയോ? മീര മീരയ്ക്ക് എന്താ? അവള് പറഞ്ഞൊന്നും ഞാൻ അതുവരെ വിശ്വസിച്ചിട്ടില്ല. അവള് പറഞ്ഞത് സത്യ. എന്റെ കുഞ്ഞിനെ മനസ്സിന് നല്ല സുഖമില്ല. പിന്നെ മോനറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയാ മീര. അമ്മയില്ലാതെ വളർന്ന ഒരു കുഞ്ഞാ. ആങ്ങളമാർ ദുബായിലായിരുന്നു. പട്ടണത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ്. അവിടെ വെച്ച അവക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെയാ എൻ്റെ കുട്ടി നാട്ടിൽ വന്ന് നിന്നത്. ഞാൻ അച്ഛന്റെ മോള. എന്നെ വെറുതെ വിളിച്ച
എന്താ ഇത്? നല്ല പാൽപ്പായസം. എന്തിന്? മട്ട്. മീരയെ കുറിച്ച് എനിക്ക് ഇന്നലെ വരെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കന്യകയല്ലെന്ന് അറിഞ്ഞപ്പോ വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരായിരുന്നല്ലോ എന്റെ ഫ്ലാഷ് ബാക്ക്. വെറുതെ ഒന്ന് ഭ്രാന്ത് പറയില്ല നീ. സത്യം. നിനക്ക് വട്ട. മനസ്സാണ് മുഖ്യം, മറ്റെല്ലാം വേസ്റ്റ്. എത്രയോ പതിവ്രത ചമയുന്ന സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് വേല ചാടുന്നു. എത്രയോ നല്ല മനസ്സുള്ള വേശ്യകളുണ്ട്. അപ്പോ സംസ്കാരം മണ്ണാങ്കട്ടി. മീര, അങ്ങോട്ട് പതുക്കെ. എന്താ താനിതിനു മുമ്പ് പെൺകുട്ടികളൊന്നും കണ്ടിട്ടില്ലേ? ദേ നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടല്ല കേട്ടോ, ഈ അർത്ഥം വെച്ചുള്ള നോട്ടും ഭാവമൊക്കെ. ചില നേരങ്ങളിൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറയൂ, എന്നിങ്ങനെ പച്ചയോടെ തിന്നാതെ. ഐ ലവ് യു. ഇന്ന് വൈകിട്ട് നീ സെമിത്തേരിയിൽ വരണം. ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കാം. ഞാൻ വരൂല്ലോ. കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് ബാങ്കുവിളി ശ്രദ്ധിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സമയം 4 വൈകിട്ട് എന്താ പരിപാടിയേ? പോടാ ലുട്ടാപ്പി. ഈ ഹിന്ദു പെണ്ണിനെ പ്രേമിക്കാൻ ധൈര്യം കാട്ടിയ മുസ്ലിം തീവ്രവാദി, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വാ. വരില്ല എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, നാണമില്ലാതെ. ഇതേ പകരത്തിന് പകരം. എന്താ മീര പള്ളിയിലൊക്കെ? എനിക്കൊരുത്തന്റെ ചെവിട്ടത്തടിക്കാനുണ്ടായിരുന്നു. നടക്കട്ടെ. ഫാദർ,
അന്യമതസ്ഥയായ എനിക്ക് കുമ്പസാരിക്കാനുള്ള അർഹതയുണ്ടോ ഫാദർ? ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നാണ് കുഞ്ഞേ. അപ്പോ പ്രേമം തോന്നുന്നവന്റെ ചകിട്ടത്തടിക്കുന്നത് തെറ്റാണോ ഫാദർ? തെറ്റാവാൻ വഴിയില്ല. മീര ആരെയാണ് തല്ലിയത്? അത് പറയൂല, അത് സസ്പെൻസ്. പോയോ? ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ വെച്ച് നീ സത്യം മാത്രമേ പറയാവൂ. ഇത് ദൈവത്തിന്റെ തിരുസന്നിധിയാണ്. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല. ഇഷ്ടമാണെന്ന് പറയേ. ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് വിളിച്ചു കൂവും. എന്നാ തല്ലുകൊണ്ട് ചാവും. ഐ ലവ്. ജീവനാണ്. കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ ഒറ്റ നോട്ടം കൊണ്ടെന്നെ കാട്ടെടുത്തോളേ. മുറ്റത്തെത്തും മൂഷികനെ മുക്കത്തു മുച്ചുള്ളൊരാം പിറന്നോനെ ആ ഓലത്താലി കീശയിലിട്ട് മടിക്കൊത്ത് മടക്കി കുത്തി എന്നെ കെട്ടാനോടിയെത്തും തമ്പുരാനെ. കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ ഒറ്റ നോട്ടം കൊണ്ടെന്നെ കാട്ടെടുത്തോളേ. കള്ളിപ്പെണ്ണേ നീ ഇല്ലാതെനിക്കില്ല കാലക്കുറുക്കൻ്റെ എത്തിനോട്ടം. പൊന്നു തരാനെനിക്കില്ല ചന്ദന പല്ലക്കുമില്ല ഉള്ളതാണെങ്കിലോ ഓട്ടക്കാലണ തിഞ്ഞാണ കിണ്ണം തിഞ്ഞാണ കിണ്ണം. മുത്തശ്ശി, ഈ ജീവന്റെ ജീവൻ എന്നാൽ എന്താ? കൊച്ചു കുഞ്ഞല്ലേ മുത്തശ്ശി, പറഞ്ഞു കൊടുക്ക്. ഒന്ന് മിണ്ടാണ്ട് പോണ. പറകളവി പറഞ്ഞു കൊടുക്ക് മുത്തശ്ശി, അമ്മുക്കുട്ടി പാവമല്ലേ. പറയടി, ആരാ നിനക്ക് ഈ വൃത്തികേടൊക്കെ പറഞ്ഞു തന്നത്? അമ്മുക്കുട്ടി വിടാതെ ഈ കിളവി റൂട്ട് മാറ്റാ. ഇന്നലെ ഈ മീരേച്ചിയെ ആരുടെയോ അടുത്ത് എന്റെ ജീവന്റെ ജീവനാണെന്ന് പറഞ്ഞു. ആണോ? ഇപ്പൊ കിട്ടും. നിന്നെ ഇന്ന് ഞാൻ അക്കാ പാല് വരുന്നു. എത്ര ലിറ്റർ ഉണ്ട്? 3. ശരി. പിന്നാലെ സേതുരാമയർ CB വരുന്നുണ്ട്. ആര്? കുട്ടു. അവൻ കിളവിടെ സ്പയ്യ. കുട്ടു എവിടെ?
എന്റെ ഗുരുവായൂരപ്പാ, ഇങ്ങനെ കിടന്ന് ചിരിക്കാതെ. അവൻ നമുക്ക് പാരയാ. എനിക്കൊത്തിരി സംസാരിക്കാനുണ്ട്. ഞാൻ സമയത്തേരി കാത്തിക്കാം. പോട്ടേക്കാം. ഇറങ്ങിക്കോ. വാ. അതെ, ഈ കുട്ടു പാവല്ലേ, അവനെ ഭയന്ന് നമുക്കെന്താ ഇത്ര സംസാരിക്കാനുള്ളത്? അവനാ? അവനും കണക്കാ. പാരയുടെ ഉസ്താദാ അവൻ. അവനൊന്നും വിശ്വസിക്കാനേ കൊള്ളൂല. പഠിത്തമൊക്കെ കണക്കാ. എല്ലാ സബ്ജക്റ്റിനും രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ 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 നീ എവിടെ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അയ്യോ പ്ലീസ് പോ. എപ്പോഴാ നമ്മുടെ നിക്കാഹ്? എന്താ വിവാഹം എപ്പോഴാന്ന്? എന്നെ കല്യാണം കഴിക്കാന്ന് പറ, എന്നാ ഞാൻ പോവാം. പറയില്ല. എന്നാ ഞാൻ പോകുന്നില്ല. അയ്യോ മുത്തശ്ശി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, നീ പോ. അപ്പോ നീ എന്നെ കെട്ടില്ല? മുത്തശ്ശി ഇപ്പൊ ഇങ്ങോട്ട് എത്തും, നീ പോ. നീ മാരേജിന് സമ്മതിക്കേ, എന്നാ ഞാൻ പോവാം. മനസ്സില്ല. എന്നാ ഞാനീ പോകുന്നില്ല. അയ്യോ മുത്തശ്ശി ഇപ്പൊ ഇങ്ങോട്ട് എത്തും, ഞാൻ സമ്മതിച്ചു. പോ 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 പ്ലീസ്. താങ്ക്സ് അടി മുത്ത്. രാമ 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 രാമ. രാമ 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 രാമ
നാമം ജപിക്ക. എന്റെ അമ്മേ കള്ളി. എന്തൊക്കെ ഇത്തിരി എടുത്തേ. മോക്ക് വേണം. തരുന്നില്ലിപ്പോ. പോകളവി. എടുത്ത് വായിക്കടി. ഒളിച്ചോടി കല്യാണം കഴിക്കണോ അതോ പാരന്റ്സിന്റെ സമ്മതത്തോടെ കല്യാണം കഴിക്കണോ? രണ്ടിനും ഞാൻ റെഡി. നീയോ? അമ്പടി കള്ളി. നജീം, നജീം, നജീം എവിടെ? നജീം വീട്. നീ എന്താ വിചാരിച്ചത് എന്നെ പറ്റി? നിനക്ക് തട്ട് കളിക്കാൻ പറ്റിയ പാവയോ ഞാനെന്നോ? പറയടാ. ഐ ലവ് യു. കള്ളച്ചക്ക കള്ളച്ചക്ക ഒറ്റ നോട്ടം കൊണ്ടെന്നെ കട്ടെടുത്തോളേ.
കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ ഒറ്റ നോട്ടം കൊണ്ടെന്നെ കാട്ടെടുത്തോളേ ആറ്റുവരമ്പിന്മേലെ അക്കരെ നിക്കണതെന്തേ അന്നക്കിളിയേ സ്വർണക്കിളിയേ നിന്നെ തേടിയ സഞ്ചാരം ആഹാ തിങ്കളുമല്ല കാറണിത്തെന്നലുമല്ല നിന്നോടെന്നും ഇഷ്ടം തോന്നും ചിങ്കാരപ്രായം ചിങ്കാരപ്രായം കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ ഒറ്റ നോട്ടം കൊണ്ടെന്നെ കാട്ടെടുത്തോളേ മുറ്റത്തെത്തും മൂഷികനെ മുക്കത്തു മുച്ചുള്ളൊരാം പിറന്നോനെ ആ ഓലത്താലി കീശയിലിട്ട് മടിക്കൊത്ത് മടക്കി കുത്തി എന്നെ കെട്ടാനോടിയെത്തും തമ്പുരാനെ കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ ഒറ്റ നോട്ടം കൊണ്ടെന്നെ കാട്ടെടുത്തോളേ മീരയുടെ മുത്തച്ഛൻ എന്താ ഇവിടെ? ഞാൻ ബോധ കാത്തു നിൽക്കായിരുന്നു. മീര കുറച്ചാളായിട്ട് വലിയ സന്തോഷത്തിലാണ്. എന്താണ് കാര്യമെന്ന് ഇന്നലെ വരെ എനിക്കറിയില്ലായിരുന്നു. ആട്ടെ, എൻ്റെ കൊച്ചുമോളെ കുറിച്ച് മോൻ എന്തെങ്കിലും അറിയാവോ? എനിക്കെല്ലാം അറിയാം മുത്തച്ഛൻ. എന്നിട്ട് നീ അതിരിക്കട്ടെ, അവളുടെ സഹോദരങ്ങളെ കുറിച്ച് അറിയോ നിനക്ക്? അറിയില്ല. 2 പേരാണവർ, ശിവനും മാധവനും. ഹിന്ദു തീവ്രവാദികളാണവർ. നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. ഹിന്ദു മുസ്ലിം ബന്ധം അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് എൻ്റെ മോൻ എല്ലാം മറക്കണം. മനഃപൂർവ്വം എൻ്റെ കൊച്ചുമോളെ മോൻ്റെ മനസ്സിൽ നിന്ന് കളയണം, എന്നേക്കുമായി. എനിക്കതിന് കഴിയില്ല മുത്തച്ഛ. ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈശ്വരാ, എനിക്ക് ശക്തി തരൂ.
എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? പതിവായി രാത്രി കഴിക്കാറുള്ള ഗുളിക കഴിക്കാൻ മറന്നു. ഉറക്കം വരുന്നില്ല മുത്തച്ഛ. കണ്ണടച്ച ചീത്ത സ്വപ്നങ്ങളാ. വെട്ടും കൊത്തും കൊലയും രക്തം ചീറ്റലും. എന്തിനാ മുത്തച്ഛ ഈ നശിച്ച മതങ്ങൾ? ആർക്ക് വേണ്ടിയാ? അതിന് മാത്രം എന്ത് പാപം ചെയ്തു ഈ മനുഷ്യര്? എല്ലാം നേരെയാവും. എന്റെ മോള് സമാധാനിക്ക്. മല്ലി 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 മല്ലി, ഞാനൊരു ഞെട്ട വിടട്ടെ? അല്ല, കുഴപ്പമില്ല. ഒരു ഞെട്ട, 2 ഞെട്ട, 3 ഞെട്ട, അയ്യോ 4 ഞെട്ട, 5 ഞെട്ട. മല്ലി എന്നാ കാണിക്കത്? പയ്യെ അങ്ങനെ പിടിക്കല്ല, എനിക്ക് ഇക്കള് കൂടുന്ന. എന്റെ ചക്കരയല്ലേ? എന്റെ പൊന്നു മല്ലി, 1 മാസത്തെ വട്ടച്ചിലവിനായിട്ട് എന്റെ ഭാര്യ മറിയാമ്മ എനിക്ക് തന്ന പൈസയാ. അതിൽ കുറച്ച് എനിക്ക് തരോ? തരിയല്ലേ? തരുമായിരിക്കുമല്ലേ? എത്ര കിട്ടി? ഒരു പൈന്റിന് ഇത് മതിയല്ലോ. ഇത്രയേ ഉള്ളോ? ഓ, അടുത്തവൻ വരുന്നല്ലേ. ചെല്ലേ 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 ചെല്ലേ. നീ വേഗം ഇറങ്ങ, നമുക്ക് പുറപ്പെടാം. ഞാൻ എങ്ങോട്ടുമില്ല. എന്നോടെങ്കിലും നിനക്കൊന്ന് തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? മോനെ, ഈ കഴിഞ്ഞ നാളുകൾ മുഴുവൻ ഞങ്ങൾ നിന്നെ തേടി അലകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ചങ്ങതയുള്ള കാര്യം വളരെ വൈകിയാണ് അറിഞ്ഞത്. സോറി. സാരമില്ല. നമുക്ക് പോകാം. നജീബേ, ഇനിയും നീ ലേറ്റാക്കണ്ട. അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. എന്റെ അക്കൗണ്ടിലും വാപ്പച്ചിയുടെ അക്കൗണ്ടിലും ലക്ഷങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. ക്യാഷിന് ഒരു കീറത്തുണിയുടെ വില പോലും ഇല്ലാത്ത സിറ്റുവേഷൻ ആയത്. ഞാൻ വരാം. കുറച്ച് നാൾ കൂടി ഞാനിവിടെ ജീവിച്ചോ. ഇനിയൊരു പുനർജന്മം വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ നാട്ടിലേക്ക് ഉടനെ തിരിച്ചു പോകും. ഇന്നാട്ടിലേക്ക് ഇനി മടങ്ങി വരൂല്ലേ? ഇല്ല ഇല്ല. മീര, മീര,
ശ്രീരാഗമെൻ്റെ ഉള്ളിൽ താളം മറന്നുപോയി. തീരാത്ത നോവിനുള്ളിൽ ദൂരം അകന്നുപോയി. വിണ്ണോട് മേഘം ചൊല്ലി നീ എന്നെ ഓർക്കുമോ? മണ്ണിൽ കൊഴിഞ്ഞ കണ്ണീർ തുള്ളി വാർന്നുപോയി. ഉള്ളിൽ ചൊല്ലിയ വാക്കിന്നിതെന്തിത്ര പൊയ്മുഖം, ഓ പൊയ്മുഖം. ശ്രീരാഗമെൻ്റെ ഉള്ളിൽ താളം മറന്നുപോയി. തീരാത്ത നോവിനുള്ളിൽ ദൂരം അകന്നുപോയി. അന്നാദ്യമായി നാം ദൂരയാത്രയായി. കിനാവിൻ ജാലകങ്ങൾ നീ തുറന്നുവോ? പറയാൻ കൊതിച്ച വാക്കുകൾ മറന്നുവോ? എൻ്റെ ഉള്ളിലെ മൂകവേദന ആളൊഴിഞ്ഞ നേരവും ഞാനറിഞ്ഞുവോ? കൂടെ ആരുമില്ലെന്ന സത്യവും, കൂടെ ആരുമില്ലെന്ന സത്യവും. ചുമ്മാ ഐ ലവ് യു എന്ന് പറഞ്ഞാ മതിയോ? ഇതാണോ പ്രേമം? ഇങ്ങനെയാണോ പ്രേമം? അപ്പൊ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ആര് വന്ന് ചെയ്യും? മറ്റു ചില സബ്ജക്റ്റുകളോ എന്ന് വെച്ചാൽ? അയ്യടാ ഇല്ല കുട്ടി, ഒന്നും അറിയാത്ത പഞ്ചപാവം. മര്യാദയ്ക്ക് വന്നെന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് പോ. മര്യാദയ്ക്ക് വന്ന മുത്തം താ, അല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരും. പിന്നെ അത് പീഡനവും പറഞ്ഞേക്കാം. ആരാ? നജീബിന്റെ ഉമ്മച്ചിയാ. എന്റെ പടച്ചോനെ, എന്താ ഇത്? ഞാൻ എന്തേ കാണുന്ന? മീര, ആരാ? ഞാൻ നജീബിന്റെ വാപ്പച്ചി. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഞങ്ങള് നാളെ തിരിച്ചു പോവാം. നജീം നിന്നെ വിട്ട് ഞങ്ങൾക്കൊപ്പം വരില്ലെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് നിന്നൊന്ന് കാണണം തോന്നി. നജീം എല്ലാം എന്നോട് പറഞ്ഞു. പിഴച്ചെടുത്തി കെട്ടാൻ എന്റെ കൊക്കിൽ ജീവനോടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. എന്റെ കുട്ടി, എന്നോട് ക്ഷമിക്കൂ. അറിഞ്ഞുകൊണ്ട് വീണ്ടും നിന്നെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ ഈ വാപ്പച്ചി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. നീ മുസ്ലിം, ഞാൻ ഹിന്ദു. നീ നല്ലവൻ, ഞാൻ പഴച്ചവള്. ഒന്നിച്ച് മരിച്ചാലും നമ്മുടെ ഖബറടക്കം വെവ്വേറെ. അതുകൊണ്ട് നമുക്ക് മനഃപൂർവ്വം പിരിയാം.
മീര 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 നിനക്ക് എന്റെ പെങ്ങളെ മാത്രം കിട്ടിയുള്ള പ്രേമിക്കാനായിട്ട്. ഇവൻ സിനിമ പിടിക്കാനോ മരം മുറിക്കാനോ ഒന്നും വന്നവനല്ല. ലവ് ജിഹാദ ഇവന്റെ പണി. പാവപ്പെട്ട ചെന്തു പെണ്ണുങ്ങളെ പ്രേമിച്ച് വശത്താക്കി തട്ടമിട്ട് നടത്തിക്കല ഇവന്റെയൊക്കെ പണി. അടിച്ചു കൊല്ലണ. ഈ രാത്രി മാഞ്ഞുപോയി നിലാവ് മാത്രമായി പാതിരാവിൻ പൂക്കളും താഴെ വീണുപോയി കണ്ണീരുമായി കാലം കാത്തിരുന്നുവോ എന്റെ നെഞ്ചിലെ തീർത്ഥമാകുവാൻ പെയ്തൊഴിഞ്ഞ വാനവും നോക്കി നിന്നുവോ നോവിൻ വീഥിയിൽ ഞാനൊരാൾ മാത്രമായി ഞാനൊരാൾ മാത്രമായി ശ്രീരാഗമെൻ്റെ ഉള്ളിൽ താളം മറന്നുപോയി തീരാത്ത നോവിനുള്ളിൽ ദൂരം അകന്നുപോയി വിണ്ണോട് മേഘം
ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ മീരയെ രക്ഷിക്കണം. എനിക്ക് മീരെ പോകാൻ പാടില്ല. ഭവിഷ്യത്ത് നിനക്കറിയില്ല. എനിക്ക് മീരെ കാണണം. എന്നടുത്തേക്ക് വരണ്ട, എന്നടുത്തേക്ക് വരണ്ട, എന്നടുത്തേക്ക് വരണ്ട, വേണ്ട. വരണ്ട, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ദൈവങ്ങളെ നമ്മളെ ചതിച്ചു, ദൈവങ്ങളെ നമ്മളെ ചതിച്ചു. തനിച്ചല്ല പോകുന്നത്, ഞാനും വരുന്നു. വരവീണ ശ്രുതി മീട്ടി സാരംഗിൽ പദലാസ്യലയമായി അനുപല്ലവി
ചിരാതുപോൽ എരിയുന്ന വേളയിൽ ചെറുതല്ല ചില നേരം പ്രണയം കളിയല്ല ഒരു നാളും പ്രണയം വരവീണ ശ്രുതി മീട്ടി സാരംഗിൽ പദലാസ്യലയമായി അനുപല്ലവി ഒരു മൺചിരാതുപോൽ എരിയുന്ന വേളയിൽ ചെറുതല്ല ചില നേരം പ്രണയം കളിയല്ല ഒരു നാളും പ്രണയം എത്ര നാളിങ്ങനെ കാരാഗൃഹങ്ങളിൽ വഴി തെറ്റിപ്പോകുന്നു പ്രണയം എത്ര നാളിങ്ങനെ കാരാഗൃഹങ്ങളിൽ വഴി തെറ്റിപ്പോകുന്നു പ്രണയം ഇതളൂർന്നു വീണാലും തരുശാഖികൾക്കെന്നും പറയുവാനുണ്ടൊരു പ്രണയം ഇനി എന്നു കാണുമെന്നറിയുവാനെങ്കിലും കടലാസിലെഴുതുന്നു പ്രണയം ഇത്രയും നേരമായി രാവുറങ്ങുമ്പോഴും മിഴി തോർന്നിരിക്കുന്നു പ്രണയം ഇത്രയും നേരമായി രാവുറങ്ങുമ്പോഴും മിഴി തോർന്നിരിക്കുന്നു പ്രണയം ആരൊരാൾ വന്ന പോലീ നിഴൽ പാതയിൽ കാതോർത്തിരിക്കുന്നു പ്രണയം വെറുതെ നോവുമായി അകലുമീ വേളയിൽ ഇനി എന്തിനാണീ പ്രണയം അത്ര